റെസ്പെക്റ്റ് സ്റ്റാർട്ട്സ് വിത്തിൻ യു. അതായത് സിംപ്ലി പറഞ്ഞാൽ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ചുറ്റുപാടുമുള്ള ആൾക്കാരും നമ്മളെ റെസ്പെക്റ്റ് ചെയ്യും. പല ആൾക്കാരും സ്വയം ഒരു റെസ്പെക്റ്റും ഇല്ല, ഒരു സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന സാധനം ഇല്ല. ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നമ്മുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ്. അവർ നമ്മളെ ഇമോഷണലി വന്ന് പറഞ്ഞിട്ട് പോകും, നമ്മളുടെ ടൈം അവർ ഗ്രാബ് ചെയ്തെടുത്തുകൊണ്ട് പോകും. അങ്ങനെയുള്ള ഒരു ബൗണ്ടറീസും ഇല്ല, ഒന്നുമില്ല. നമ്മൾ കീപ്പ് ചെയ്യുന്നില്ല. അതായത് നമ്മളുടെ റെസ്പെക്റ്റ് നമ്മൾ കീപ്പ് ചെയ്യുന്നില്ല, നമ്മൾ ഒരു റെസ്പെക്റ്റും കൊടുക്കുന്നില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ചുറ്റുപാടുള്ള ആൾക്കാർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നത്? സ്വയം റെസ്പെക്റ്റ് ചെയ്യുക. നിങ്ങളുടെ വാല്യൂ, നിങ്ങളുടെ ടൈമിന് നിങ്ങൾക്കൊരു വിലയിടാൻ പറയുമ്പോൾ എനിക്ക് അതൊന്നും പറ്റത്തില്ലടേ, അത്രയൊന്നുമില്ല, ഞാൻ അത്രയ്ക്കൊന്നുമില്ല എന്നൊക്കെ നിങ്ങൾ സ്വയം തോന്നുന്ന ഒരാളാണെങ്കിൽ ചുറ്റുമുള്ള ആൾക്കാർക്കും അങ്ങനെ നിങ്ങളെ തോന്നുള്ളൂ. ഓക്കെ, അത് ഇപ്പോൾ ഒരു സ്റ്റോറി പറയുകയാണെങ്കിൽ നമുക്കൊരു കുടം ഉണ്ടെന്ന് വെച്ചോ, ആ കുടത്തിൽ നിറയെ നല്ലതായിട്ടുള്ള കാര്യങ്ങളാണ് ഉള്ളതെങ്കിൽ ആ കുടം താഴെ വീണ് പൊട്ടിയാലും നല്ലത് മാത്രമേ സ്പ്രെഡ് ചെയ്യുള്ളൂ. അതിനുള്ളിൽ നമ്മൾ ഇപ്പം കുറച്ച് അഴുക്കായിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളാണെങ്കിൽ അത് പൊട്ടിയാലോ അഴുക്കായിട്ടുള്ളത് സ്പ്രെഡ് ചെയ്യത്തുള്ളൂ. സെയിം, നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല, നമ്മളുടെ കാര്യങ്ങൾ നോക്കുന്നില്ല, നമുക്കൊരു വാല്യൂ നമ്മൾ സ്വയം കൊടുക്കുന്നില്ല എങ്കിൽ ബാക്കിയുള്ളവർക്കും നിങ്ങൾക്ക് ഈ റെസ്പെക്റ്റ് തരാൻ സാധിക്കില്ല. സോ നമ്മൾ ആദ്യം നമ്മളെ മാനിക്കാൻ പഠിക്കണം.